റോട്ട് ചെയ്ത് മറ്റേ തത്തയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഹസ്തരേഖയും തത്ത ജ്യോത്സ്യവും കറക്കി കുത്തും, ഇതൊക്കെ ഇപ്പൊ യൂട്യൂബിനകത്ത് കയറി. യവൻ കൊണ്ട് അയ്യപ്പനെന്ന് പറഞ്ഞ് കൊടുത്തത് മറ്റേ മന്ത്രിയെയും മറ്റേ MLA വീട്ടിൽ ഇരിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോ യവന് കിട്ടാവുന്നതുണ്ടല്ലോ. ആൾക്കാർ ക്യാൻസർ വന്ന് ഡോക്ടർമാര് മരിച്ചു പോകുമെന്ന് പറയുകയാണ്. അവൻ പറയില്ല, ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും. ഇതിന് പകരമായിട്ട് നിങ്ങൾ കർമ്മം തെറ്റി, നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ പ്രകൃതിക്കൊക്കെ മുന്നിൽ നിങ്ങൾ തെറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിന്റെ കർമ്മ ഫലമായിട്ട് ഹോസ്പിറ്റലിൽ ചിലവോ ആക്സിഡന്റോ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വരും. പലരും പറയാൻ തുടങ്ങി, നിങ്ങൾ ഈ അവിടെയാണ് പോയി കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചുമ്മാ ദൈവമേ വിളിച്ച് നടന്നിട്ടും കാര്യമില്ല, നിങ്ങളുടെ സ്വഭാവം നന്നായാൽ മതി, വീട്ടിൽ നിന്ന് തുടങ്ങണം നല്ല ശീലം. ഞാൻ എന്നോട് സംസാരിക്കുന്ന ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തെല്ലാവർക്കും അനുഭവം നടക്കുന്നില്ല. രോഗം അതൊന്നല്ല ആത്മാവിന് വേണ്ടത്. ആത്മാവിന് വേണ്ടത് ദൈവത്തിലോട്ട് എങ്ങനെ തിരിച്ചെത്താം, ദൈവമായിട്ട് എങ്ങനെ അടുക്കാം, ഇതാണ് ഈ ആത്മാവിന് വേണ്ടത്. ഞാൻ ദൈവത്തിന് ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ട് ഇവന് 5 വർഷം സമയം എടുത്ത്? ദൈവത്തിന് അത്ര ശക്തിയില്ലേ ആദ്യമേ ശരിയാക്കി കൊടുക്കാൻ? അപ്പോൾ എന്നോട് പറയുന്നത് വെച്ചാൽ 5 കൊല്ലം എടുത്ത് അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ. അപ്പോൾ ഈ നിരീശ്വരവാദവും ഈശ്വരവാദവും രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഈ ദൈവം എന്ന് പറഞ്ഞും കൊണ്ട് ഈ മതത്തിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങളും ഈ കൊള്ളരുതായ്മകളും കണ്ടാൽ ആരാണ് നിരീശ്വരവാദി ആവാത്തത്? ചിന്തിച്ചു നോക്ക്. അതാണ് ശരിക്കും ദൈവം ഇത് പറഞ്ഞിട്ടുമില്ല, ഇങ്ങനെ ചെയ്യിപ്പിക്കണതുമില്ല. പക്ഷെ ഈ കുറ്റം അത്രയും ദൈവത്തിനാണ്. കാര്യം ഇവര് ദൈവം എന്ന് പറഞ്ഞാണ് ഈ വേലത്രത്തെയും ഒപ്പിക്കണത്. ഇപ്പൊ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോട്ട് ചെയ്ത് മറ്റേ തത്തയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഹസ്തരേഖയും തത്ത ജ്യോത്സ്യവും കറക്കി കുത്തും, ഇതൊക്കെ ഇപ്പൊ യൂട്യൂബിനകത്ത് കയറി. പക്ഷെ അതാണ് ഇപ്പൊ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വൈറൽ എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതി സ്ട്രിക്റ്റ് ആയ കാലഘട്ടമാണ്. ബൈബിളിലൊക്കെ തന്നെ മഹാപീഡന കാലഘട്ടം എന്ന് പറയും, ഖുറാനില് കിയാമത്ത് നാളെന്ന് പറയും. കാരണം ഒരു കഷ്ടം പിറഞ്ഞൊരു കാലഘട്ടം. അതിൽ തിന്മ അത്യധികം പെരുകുമ്പോൾ സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു സ്വസ്ഥത കാണൂല. അങ്ങനത്തെ ഒരു കാലഘട്ടം. പിന്നെ ഈ മനുഷ്യരെല്ലാം തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് തന്നെ പോകും. കാര്യം അതിജീവിക്കാൻ വേണ്ടി വീണ്ടും തെറ്റി. സത്യയുഗത്തിലേക്കുള്ള യാത്ര പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഓഫീസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഓഫീസിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ലെങ്കിൽ അപ്പുറത്തപ്പുറത്ത് ഒരു കൈക്കൂലി വാങ്ങിക്കണം കണ്ട് നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചു പോവും. വേറെ വഴിയില്ല. ആണ് കലിയുഗം എന്ന് പറയുന്നത്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്ത് പറ്റും? ഇതിന് പകരമായിട്ട് നിങ്ങൾ കർമ്മം തെറ്റി, നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ പ്രകൃതിക്കൊക്കെ മുന്നിൽ നിങ്ങൾ തെറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് അതിന്റെ കർമ്മ ഫലമായിട്ട് ഹോസ്പിറ്റലിൽ ചിലവോ ആക്സിഡന്റോ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വരും. അനുഭവിച്ചാ. അപ്പൊ ഈ അനുഭവിക്കുമ്പോൾ ഈ ഇരിക്കുന്ന പൈസയും കുറച്ചും കൂടെ കാശ് കയ്യിൽ നിന്ന് കൂടെ ചിലവാകുമ്പം ഈ വ്യക്തി അടുത്ത ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യും? ഈ അറിവില്ലാത്തത് കാരണം കൂടുതൽ കൈക്കൂലി വാങ്ങിച്ച് ഈ നഷ്ടപ്പെട്ടതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കർമ്മം പിന്നെയും തെറ്റപ്പോൾ ഇതിനും വലുത് അനുഭവിക്കും. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഈ സത്യം തിരിച്ചറിഞ്ഞ് അവൻ ഈ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ധർമ്മം പാലിച്ചാൽ മതി. പക്ഷേ ഈ അറിവ് ആര് കൊടുക്കും? ഈ പുരോഹിതന്മാർ വേണം ഈ അറിവ് കൊടുക്കാൻ. ഇത് പുരോഹിതന്മാരും ഇവരെ ചൂഷണം ചെയ്ത് തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് കഷ്ടം പെരുകുമ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് അറിവില്ല. എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് കഷ്ടം എന്നുള്ള അറിവില്ലാത്തത് കാരണം അയാളെ പോയി കണ്ട് ചിലപ്പം എന്തെങ്കിലും പൂജ ചെയ്താൽ മാറുമായിരിക്കും, ഈ പാസ്റ്റർ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രശ്നം സോൾവ് ആകുമായിരിക്കും, ആ മുല്ലാക്കാരുടെ അടുത്ത് പോയി എന്തെങ്കിലും വാതി കിട്ടി, ഇങ്ങനെ മനുഷ്യരിങ്ങനെ കഷ്ടം പെരുകണനുസരിച്ച് ഇവരെ പറയുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടും കൊണ്ട് ഈ പേരും പറഞ്ഞ് കുറേ പേര് വേഷഭൂഷാതി ഇട്ടും കൊണ്ട് ആളെ പറ്റിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്. പക്ഷേ ജനങ്ങൾക്ക് അറിവ് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ കർമ്മം കാരണം തന്നെയാണ് ഇങ്ങനെ ഫലം വരുന്നത്. ഇത് നിങ്ങൾ നന്നായാലേ മാറുള്ളൂ. അല്ലാതെ അപ്പുറത്തിരിക്കണോ ഇപ്പുറത്തിരിക്കണോ പോയി പൂജ വല്ല ചെയ്തത് മാറില്ല. അതെങ്ങനെ മാറും? നിങ്ങളുടെ സ്വഭാവം തെറ്റിയത് കാരണമല്ലേ കർമ്മം തെറ്റണത്. കർമ്മം തെറ്റിയിട്ടാണ് ഫലവും പറഞ്ഞത്. അപ്പോൾ സ്വഭാവം മാറാതെ ഈ പ്രശ്നം എങ്ങനെ മാറും? ഇപ്പോൾ പുതിയൊരു ചിന്താഗതിയാണ് തന്നെയാണ്. പുതിയതല്ലെന്ന്, ഇത് പണ്ടേ ഉള്ള ചിന്താഗതിയാണ്. ഇത് പണ്ടേ, പക്ഷെ ഇത് ആർക്കും അറിഞ്ഞുകൂടാ. പണ്ടേ ഇത് തന്നെ. അതല്ലേ ഇവിടെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? അതെ അതെ, ആ ധർമ്മം ഇല്ലാത്താണ് ഈ കുഴപ്പത്തിന് വരുന്നത്. പക്ഷേ ധർമ്മം എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇപ്പം പല ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യം ഇങ്ങനെ ഇരിക്കുന്ന പുരോഹിതന്മാർക്ക് തന്നെ ഇപ്പം ഇഷ്ടംപോലെ ശിക്ഷയും കാര്യങ്ങളും കിട്ടണമുണ്ട്. അവർക്കും ഇപ്പോൾ ഒത്തിരി ബോധം വന്ന് തുടങ്ങിയിട്ട് ഇപ്പം ധർമ്മം പഠിപ്പിക്കാൻ തുടങ്ങി. പലരും പറയാൻ തുടങ്ങി, നിങ്ങൾ ഈ അവിടെയാണ് പോയി കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചുമ്മാ ദൈവമേ വിളിച്ച് നടന്നിട്ടും കാര്യമില്ല, നിങ്ങളുടെ സ്വഭാവം നന്നായാൽ മതി, വീട്ടിൽ നിന്ന് തുടങ്ങണം നല്ല ശീലം, ഇങ്ങനെയൊക്കെ പറയുന്ന ഗുരുക്കന്മാർ വന്നു തുടങ്ങി ഇപ്പം. പക്ഷെ മനുഷ്യരിലേക്ക് ധർമ്മം എത്രയും പെട്ടെന്ന് കാരണം എത്തിക്കണം. ആൾക്കാർക്ക് അറിഞ്ഞുകൂടെ എന്താണ് ഈ കഷ്ടത്തിന്റെ കാരണം. അവരെ വിചാരം അവിടെ പോയി മറ്റേ അയാളെ കണ്ട് അയാളെന്തോ ഹീലിംഗ് ചെയ്ത് ഇപ്പം കാര്യം സോൾവ്. എന്തോ ഹീലിംഗ്? ഇപ്പം നമുക്ക് വിശക്കണം, നിങ്ങൾക്ക് വിശക്കണമെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് പറഞ്ഞാൽ എൻ്റെ വിശപ്പ് മാറുമോ? അതെ അതെ. അപ്പം നമുക്ക് വിശക്കണമെങ്കിൽ നമ്മൾ കഴിക്കണം. നമ്മൾക്കൊരു കഷ്ടം വരുന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം നമ്മൾ ചെയ്യണം. അങ്ങ് അതിശയ പ്രവൃത്തികൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ
നമ്മുടെ ദൈവങ്ങൾ അതിശയം നമുക്ക് നടക്കുമല്ലോ. നമ്മുടെ ആത്മാ പവർഫുൾ ആയി കഴിഞ്ഞാൽ അതിശയം നടക്കും. ഇപ്പൊ ക്യാൻസർ വന്ന് ഒരു ആൾക്കാർ ക്യാൻസർ വന്ന് ഡോക്ടർമാര് മരിച്ചു പോകുമെന്ന് പറയാണ്. അവൻ പറയും ഇല്ല ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും, എനിക്ക് ജീവിക്കണം എന്നാൽ ആ വിൽ പവർ എടുത്തും കൊണ്ട് അവന്റെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ അവന് ആ ക്യാൻസറിനെ ചിലപ്പോൾ അതിജീവിക്കാനും പറ്റുമല്ലോ. അതെ അതെ, അതാണ് അത്ഭുതം. മൈൻഡ് പവർ, അതാണ് അത്ഭുതം. അതാണ് അത്ഭുതം. ഈ ആത്മാവാണ് നമ്മളെ ചികിത്സിക്കുന്നതും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണമല്ല. നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ആത്മാവാണ്. ഈ ആത്മാ പവർ ഇല്ലാത്ത കാരണമാണ് നമ്മൾ വീണുപോയത്. ഈ ആത്മാ പവർഫുൾ ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അത്ഭുതം നടക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള അത്ഭുത കേന്ദ്രങ്ങൾ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, പല അവകാശവാദങ്ങളും പല ടെസ്റ്റിമോണിയൽസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചില സ്ഥലത്ത് പോയിട്ട് ഭക്തി വരും. ഇപ്പം എല്ലാവരും അവിടെ പോയി ഇപ്പോൾ ഒരു 10 പേർക്ക് ഒരേ രോഗമായിട്ട് ഒരു അത്ഭുതം രോഗശാന്തി സ്ഥലത്ത് പോയാൽ അതിൽ ഒരാൾക്കായിരിക്കും 2 പേർക്കായിരിക്കും അത്ഭുതം നടക്കുന്നത്. ബാക്കിയവർ നമുക്കൊന്നും നടന്നില്ല പറഞ്ഞ് വീട്ടിൽ പോകും. പല ആവർത്തി വരുമ്പോഴും പല സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും അവനൊരു അത്ഭുതം നടക്കുന്നത്. അപ്പം ഞാൻ എന്നോട് സംസാരിക്കുന്ന ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അത്ഭുതം നടക്കുന്നില്ല. ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ചിലർ അത്ഭുതം, ചിലർ 5 വർഷം ആയിട്ട് ഞാൻ ഈ രോഗത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നു, ഇവിടെ വെച്ചതാ എനിക്ക് അത്ഭുതം നടന്നു പറഞ്ഞ് ചില ഈ പെന്തക്കോസ്തിലൊക്കെ സാക്ഷ്യം പറയും. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ട് ഇവന് 5 വർഷം സമയം എടുത്ത്? ദൈവത്തിന് അത്ര ശക്തിയില്ലേ ആദ്യമേ ശരിയാക്കി കൊടുക്കാൻ? അപ്പോൾ എന്നോട് പറയുന്നത് വെച്ചാൽ 5 കൊല്ലം എടുത്ത് അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ. അവന്റെ സ്വഭാവത്തിലും അവന്റെ ചിന്താഗതിയിലും മാറ്റം വന്നപ്പോ അവന്റെ ആത്മാവ് പവർഫുള്ളായി. അവന്റെ ആത്മാവ് പവറായപ്പോ ഈ രോഗം മാറി. അപ്പോഴാണ് ഈ പാസ്റ്റർ ചോദിക്കുന്നത്, എങ്ങനെ മാറി, എന്തനുഭവം? അയാൾക്ക് അറിഞ്ഞൂടാ, പുള്ളിക്ക് അറിഞ്ഞൂടാ. കാരണം ആ വ്യക്തിക്ക് ആ ഒരു നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു എനർജി ഉണ്ട്, ഇല്ലെന്നല്ല, പോസിറ്റീവ് എനർജി ഉണ്ട്. പക്ഷെ അതിൽ കാര്യമില്ല. നീ വരുന്ന വ്യക്തിക്ക് വിശ്വാസം വേണ്ടേ? വരുന്ന വ്യക്തിക്ക് ഇപ്പൊ ചിലർ നിരീശ്വര അതിൽ പറയും, ഞാൻ 5 ഒരു രോഗിയെ കൊണ്ടുവരാം, ആ രോഗിയെ ഫ്രണ്ടിൽ കൊണ്ടുവന്നൊരു അത്ഭുതം കാണിച്ചതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്ത് അതെങ്ങനെ സംഭവിക്കും? അവൻ വിശ്വസിച്ചാലല്ലേ അവന്റെ ആത്മാ പവർഫുൾ ആകും. അവന്റെ ആത്മാ പവർഫുൾ ആയാലല്ലേ അവന്റെ അസുഖം മാറും. പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസത്തോടെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് അത്ഭുതം നടക്കൂലേ? കാരണം അവൻ അവിടെ വിശ്വസിക്കുന്നുണ്ടാണ്. അവിടെ വിശ്വസിച്ച് കണ്ണീരോട് കൂടിയും ദൈവനെ രക്ഷിക്കുന്നു പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ദൈവം അവിടെയും കൊടുക്കും അത്ഭുതം. കാരണം അവന്റെ ആത്മാവ് പവർഫുൾ ആവണതാണ്. ആ ഭക്തിയിലും ആ വിശ്വാസത്താലും ആത്മാവിന് അതാണ് വേണ്ടത്. അല്ല ആത്മാവിന് ബിരിയാണിയും സദ്യ രോഗം അതൊന്നുമല്ല ആത്മാവിന് വേണ്ടത്. ആത്മാവിന് വേണ്ടത് ദൈവത്തിലോട്ട് എങ്ങനെ തിരിച്ചെത്താം, ദൈവമായിട്ട് എങ്ങനെ അടുക്കാം, ഇതാണ് ഈ ആത്മാവിന് വേണ്ടത്. ഇത് വരുമ്പോൾ അവൻ്റെ ആത്മാ പവർഫുൾ ആവും. അവൻ കൂടുതൽ ദൈവമായിട്ട് അടുക്കുന്നു, കൂടുതൽ ധർമ്മം മനസ്സിലാക്കുന്നു, കൂടുതൽ ധർമ്മത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ആത്മാ പവർഫുൾ ആവും. അപ്പോൾ എവിടെ നിന്ന് വേണോ അത്ഭുതം കിട്ടും. അവൻ വിശ്വസിക്കണം എന്താണ്, അയ്യപ്പ അത്ഭുതം തരും എന്ന് പറഞ്ഞാൽ പോണത്. ശരിക്കും അവൻ വീട്ടിൽ ഇരുന്നിട്ട് ദൈവം അത്ഭുതം തരും എന്ന് പറഞ്ഞാൽ അവന് അത്ഭുതം നടക്കും. പക്ഷെ അവന്റെ അറിവ്, അവന്റെ വിശ്വാസം അയ്യപ്പൻ തരുമെന്നാണ്. അപ്പം പ്രകൃതി എന്ത് ചെയ്യും? അതുവഴി കൊടുക്കും. അവന്റെ ആത്മാ പവർഫുൾ ആവണതാണ്. അവിടെ ചെല്ലുമ്പോൾ അവന്റെ നമ്മളിതിനെ ചിലയിടത്തൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഉന്മേഷവും പോസിറ്റീവ് എനർജി കിട്ടും. ഈ പോസിറ്റീവ് എനർജി വീട്ടിൽ നിന്ന് കിട്ടിക്കൂടെ? പണ്ടുള്ള ഋഷിവര്യന്മാര് എവിടെ നിന്നാണ് പോസിറ്റീവ് എനർജി? അമ്പലത്തിൽ പോയിട്ടാണ്. അവർ വല്ല ഗുഹയ്ക്കകത്തൊക്കെ ഒളിച്ചിരുന്നല്ലേ പോസിറ്റീവ് അറിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം എല്ലായിടത്തും ഉണ്ടെന്ന്. പക്ഷേ ഈ പള്ളിയിൽ പോണവനോ ശബരിമലയിൽ പോണവനോ അല്ലെങ്കിൽ മറ്റേ ഗുരുവായൂർ പോണവനോ ഇവരുടെ വിചാരം അവിടെ ഉള്ളുന്നാണ്. അപ്പൊ അവരുടെ വിശ്വാസം വെച്ചിട്ട് ആ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതെ, ഇന്നത്തെ കാലത്ത് ഒരുപാട് മീഡിയേറ്റേഴ്സ് ക്ഷേത്രവും നമ്മുടെ മനുഷ്യരുമായിട്ട് ഇടയ്ക്ക് പൗരോഹിത്യം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ദേവസ്വത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും ഒരുപാട് കൊള്ളയടിക്കുന്ന രീതിയിലുള്ള സമീപനം പല ക്ഷേത്രങ്ങളിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, പല മറ്റു ഇതെല്ലാത്തിന്റെ അടിസ്ഥാനം ജനങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അതെ അതെ, ഈ ദൈവം എന്ന് പറയുന്നതും ഈ പവറും ശക്തി ഇതെല്ലാം നമുക്ക് ചുറ്റും എല്ലായിടത്തും ഉണ്ട്. അല്ലാതെ ഇന്ന സ്ഥലത്തല്ല. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ആ അമ്പലത്തിലെ പ്രതിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ അതെ, ഒന്നും ചെയ്യാൻ പറ്റൂല. അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഗതി വരുമോ? ഇത് പ്രകൃതി എല്ലായിടത്തും ഉള്ളതാണ്. ഈ ചൈതന്യവും ഈ ശക്തിയൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഒരുപാട് അദൃശ്യ ശക്തികളൊക്കെ ഇതുവഴിയൊക്കെ സഞ്ചരിക്കുന്നത്. മരിച്ച ആത്മാക്കൾ സഞ്ചരിച്ചു പോകും. നമ്മുടെ അകക്കണ്ണുകൊണ്ടും ഇരുന്ന് ധ്യാനിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ അത് പിന്നെ ഇത് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇത് മനുഷ്യർ തിരിച്ചറിയണം. അവന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള കഴിവും കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഈ ആത്മാവിന്റെ കണ്ണുകൊണ്ടാണ് കാണുകയും ആത്മാവിന്റെ ചെവി കൊണ്ടാണ് കേൾക്കുകയും ആത്മാവിന്റെ മനസ്സ് കൊണ്ടാണ് അത് അറിയുകയും ചെയ്യേണ്ടത്. ഈ ആത്മാവ് ഇങ്ങനെ ചത്തിരിക്കണത് എന്നിട്ട് ഭൗതിക മനസ്സുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഉണർത്താൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? സത്യം തിരിച്ചറിയണം, ദൈവത്തെ തിരിച്ചറിയണം.
ഇതൊക്കെ എന്താണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ മതി. ഇതൊക്കെ കണ്ടാണ് ആത്മാവ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് അറിഞ്ഞൂടാത്ത ജനങ്ങളെയാണ് ഈ അമ്പലത്തിലോ എമ്മൽ കൊള്ളയടിച്ചും പറ്റിച്ചും ഒക്കെ. ഇത് ഒരു വശത്ത് കർമ്മഫലമാണ്. ഈ വിവരമില്ലാത്ത ജനകത്തിന് ഇങ്ങനത്തെ അനുഭവം വരണം. എത്രയോ പേരെന്ന് പറയാം, ആ കളക്ടർമാർ, വലിയ വലിയ ഉദ്യോഗ സയന്റിസ്റ്റ് ഒക്കെ വന്നൊന്നും കൊണ്ട് പ്രതിമേരിച്ച് നടന്ന് അവിടെ എന്തിനുണ്ടെന്നും പറഞ്ഞ് ഇത്രയും ആയവർക്ക് ദൈവത്തെ അവർക്ക് അന്വേഷിച്ചൂടെ? ഇവർക്ക് പഠിച്ച് അങ്ങ് കൊമ്പത്ത് പഠിക്കാനുള്ള കഴിവുണ്ടല്ലോ. ദൈവം എന്താണെന്ന് ഇവർ ഹിന്ദു ആണെങ്കിൽ ആ വേദഗ്രന്ഥം എടുത്ത് വായിക്കുക, അതിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇവർ 3 പേരും ധ്യാനിക്കും. ആരെടുത്ത്? ഇവർ 3 പേരും പ്രാർത്ഥിക്കും. അവർക്ക് അതിനുള്ള ഉത്തരം കിട്ടും. പ്രകാശരൂപേണ അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടും. ഇത് എവിടെ നിന്ന് വരുന്നു? ആര് തരുന്നു? ബ്രഹ്മാവിന് സൃഷ്ടിയിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം പരബ്രഹ്മത്തിൽ നിന്ന് ആൻസർ കിട്ടും. ആ പരബ്രഹ്മമല്ലേ ദൈവം? ഇതൊന്നും അന്വേഷിക്കാത്തത്. നമ്മൾ ഈ ചെറുതിൻ്റെയൊക്കെ പ്രയോഗത്തിന്, കഥയുടെ പ്രയോഗത്തിന് ഓടുന്നത്. ഇത് അന്വേഷിക്കാതെ ഇങ്ങനെ രൂപങ്ങളെ ഉണ്ടാക്കി വെച്ച് അതാണ് എൻ്റെ ദൈവം, ഇതാണ് എൻ്റെ ദൈവം പറഞ്ഞ് ഓടനി അവിടെ പോയി ലക്ഷക്കണക്കിന് എത്രയോ ഭിക്ഷക്കാർ ആയിട്ട് ആൾക്കാർ ഇവിടെ കഴിയുന്നത് ഇവർക്കൊന്നും കൊടുക്കാതെ കൊണ്ടുവന്ന് അവിടെ തട്ടുമ്പോൾ നീ കാണണം അത് കൊള്ളയടിച്ചോണ്ട് പോണത്. നീ കാണണം അത് അവർക്കുള്ള കർമ്മത്തിന്റെ ശിക്ഷയായിട്ടേ ഞാൻ പറയുള്ളൂ. അതായത് നല്ലൊരു തോട്ടാണ്. ആ നല്ല തോട്ടല്ല, ഇതാണ് സത്യം. യവൻ കൊണ്ട് അയ്യപ്പനെന്ന് പറഞ്ഞ് കൊടുത്തത് മറ്റേ മന്ത്രിയെയും മറ്റേ MLA വീട്ടിൽ ഇരിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോ യവന് കിട്ടാവുന്നതുണ്ടല്ലോ. ചിന്തിക്കണം. ദൈവം അന്ത്യകാലത്ത് ദൈവം തന്നെയാണ് ഈ പരിപാടിയെല്ലാം ചെയ്യണത്. മനുഷ്യന് മൂള വരാൻ വേണ്ടിയിട്ട്, മനുഷ്യന് ബോധം വരാൻ വേണ്ടിയിട്ട് ദൈവം തന്നെയാണ് ഈ കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കി കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മെസ്സേജിലൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്പലങ്ങളും എല്ലാം പൊളിച്ചടുക്കി, എല്ലാ കള്ളങ്ങളും വെളിയിൽ വരും. വരുത്തിക്കണമെന്ന് വെച്ചാൽ ജനങ്ങൾ ഇനിയും കണ്ടുപടി. അരവണ പായസം എന്ന് പറഞ്ഞ് കൊണ്ട് തൊള്ളി ഇടിച്ചും പിടിച്ചും വാങ്ങിക്കണെല്ലാം ബംഗാളികളും അവിടുത്തെ അതിഥി തൊഴിലാളികളൊക്കെ എവിടെയോ കിടന്ന് ചവിട്ടി തൊഴിച്ച് ഉണ്ടാക്കണതാണ് ഇവിടെ ഭക്തിയാൽ കൊണ്ടുവന്ന് പറയണത്. ഇത് ജനം മനസ്സിലാക്കട്ടെ. ഇതിനുള്ള നിമിത്തങ്ങളാണ് ഈ കള്ളങ്ങളെല്ലാം. ഈ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ജനങ്ങളെ സത്യം അറിയിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ വെച്ചിരിക്കുന്ന ഈ സയൻസ്, ടെക്നോളജി ഇതെല്ലാം പ്രകൃതി കൊണ്ടുവരണതാണ്. ജനങ്ങൾക്ക് ബോധം വരട്ടെന്ന്. ഇതൊക്കെയാണ് പ്രകൃതി മനസ്സിലാവട്ടെ. ഭൂമി പരന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമില്ലായിരുന്ന? ഈ ഇത് കഴിഞ്ഞ ഈ 5-6 നക്ഷത്രം ഇതേ ഉള്ളെന്ന് ചിന്തിച്ചോണ്ടിരുന്ന കാലമില്ലായിരുന്ന? പിന്നെയല്ലേ ഈ ഗാലക്സികളുണ്ട്, നമ്മളെ സൂര്യനെ പോലെ കോടാനുകോടി സൂര്യന്മാരുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന വെച്ചാൽ സയൻസ് വളർത്തി ജനങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെയാണ് ദൈവം ആരാണെന്ന്, സൃഷ്ടി എന്താണെന്നും ഈ പ്രപഞ്ചം എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ സയൻസിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. എങ്കിലല്ലേ അവർക്ക് ബോധം വരുള്ളൂ. പിടികിട്ടിയ അല്ലെങ്കിൽ വിചാരിക്കും ദൈവം എന്ന് പറഞ്ഞാൽ ഇട്ടാക്കുട്ട വട്ടത്തിനകത്ത്. സയന്റിഫിക് ആയിട്ടുള്ള തോട്ട് തന്നെയാണ് സയൻസ്. ഇനിയും സയൻസ് വികസിക്കണം, എങ്കിലും അവൻ ദൈവം എന്താണ് യഥാർത്ഥത്തിൽ പിടികിട്ടുള്ളൂ. ഞാനീ പറയുന്ന ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയാണ്, പ്രപഞ്ചത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കുന്ന ആ ഒരു മനസ്സ്, നമ്മളെ ശരീരത്തിന്റെ ഘടനകൾ ഇതെങ്ങനെ ഭാവന ചെയ്ത്, ആര് ഭാവന ചെയ്യുന്നു? ആരോ ഭാവന ചെയ്യുന്നു, എങ്ങനെയോ ഉണ്ടാകുന്നു. അതാണ് എൻ്റെ ദൈവം. ഇതിനെ ജനം തിരിച്ചറിയട്ടെ. അതെ, ഒരു നദീതീരത്ത് വെച്ചിട്ട് ഒരു താറാവിന്റെ മുട്ടയും കോഴിയുടെ മുട്ടയും ഒരേ സമയം വിരിഞ്ഞു കഴിഞ്ഞാൽ താറാ കുഞ്ഞ് നേരെ നദിയിലേക്കും പോകും, കോഴിക്കുഞ്ഞ് ഇതിന്റെ ബുദ്ധി, ഇതിന് തല, ഈ ഐഡിയ എങ്ങനെ എവിടെ നിന്ന് കിട്ടി? അതെ, അതാണ് നമ്മൾ പ്രകൃതി എന്ന് വിളിക്കേണ്ട ഒരു. നമ്മളെ ഞാൻ ഒരിടത്ത് കേട്ടതാണ്, നമ്മളെ കണ്ണിന്റെ ഞരമ്പുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ഞരമ്പുകൾ തമ്മിലാണ് അങ്ങോട്ട് പേറായിട്ടാണ് തലച്ചോറിലോട്ട് അതിന്റെ സിഗ്നൽസ് പോകുന്നത്. ഇല്ല, ഒരു ഞരമ്പും ഈ കണ്ണിന്റെ ഞരമ്പും പേറാവുന്ന സമയത്ത് മാറിപ്പോയാൽ കളർ കോമ്പിനേഷനിൽ വ്യത്യാസം വരും. ഇത് എങ്ങനെ പേരാവണം? തന്നെ പേരാവേണം. അപ്പൊ ആ ടെക്നോളജി ചിന്തിക്കുക. പലർക്കും കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്തതൊക്കെ വരുന്നത് ഇതൊക്കെ ചെറിയ മൈന്യൂട്ട്. നമ്മളെ തലച്ചോറിൽ മുടിനാന്റെ അത്രയും കനമില്ലാത്ത അതിൽ കൂടെ ഹൈ പ്രഷറിൽ ബ്ലഡ് ഇങ്ങനെ കയറണം. നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കുന്നത്. ഒരു ഞരമ്പിന്റെ അകത്ത് ബ്ലഡ് വിടുന്ന അങ്ങോട്ട് പോവാതിരുന്നാൽ മതി, ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ടെക്നോളജി ചിന്തിച്ചു നോക്കുന്നത്, ഈ ടെക്നോളജി ആരാണോ കണ്ടെത്തിയത് അതാണ് എന്റെ ദൈവം. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ കാണുന്ന ഈ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും കാണുന്ന ഭൂമിയിലോ ഇല്ല. ഞാൻ പറഞ്ഞ ദൈവം ഭൂമിയിലേ ഇല്ല, നമ്മളെ ഈ സൗരയൂഥത്തിലില്ല. നല്ല ഇവരൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തിന് ഒരു കുപ്പിയിലാക്കി എത്തുമ്പോഴൊക്കെ വെച്ചിട്ട് ദൈവമേ ഇവരുടെ കണ്ണീരോടെ ഇരിക്കുകയാണ്. ഇവരുടെ വിചാരം ഇത്രേ ഉള്ളുന്നത്. അതേസമയം ദൈവം പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ്, ഒരു ശക്തി, ഒരു പവർ, എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഈ സത്യം ജനം തിരിച്ചറിയുമ്പോഴാണ് അവൻ സ്വന്തമായി ലജ്ജിതനാവും. അയ്യേ, ഞാൻ ഇത് വെച്ചോണ്ടാണ് ഈ വണ്ടിക്കൂലിയും കളഞ്ഞ്. പക്ഷെ അപ്പോഴത്തേക്ക് ഒരുപാട് സമയം വൈകി പോവുകയും ചെയ്യും. ഒരു മനുഷ്യൻ ഇനിയിപ്പോ കാലഘട്ടം കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ ദൈവം സകലരെയും സത്യയുഗം എന്ന് പറയുന്ന കാലഘട്ടം തുടങ്ങി കഴിഞ്ഞു. കലിയുഗം എൻഡിങ് ആണ്. എനിക്ക് ദൈവം പറഞ്ഞു തന്നെ ഈ 300-350 വർഷത്തിനകത്ത് സത്യയുഗം പൂർണ്ണമായി ഇവിടെ സത്യയുഗം ആവും. അപ്പം ഈ ഇപ്പോഴുള്ള ജനങ്ങളെല്ലാം ഏതാണ്ട് പഠിപ്പിക്കും.
അപ്പൊ ഈ കലിയുഗം കഴിഞ്ഞ് സത്യയുഗത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൽക്കി അവതരിക്കുന്നുള്ള കൽക്കി അവതരണം എന്ന് പറയുന്നത് പൂർണ്ണ സത്യയുഗം ആകുമ്പോഴാണ് കൽക്കിയായിട്ട് ഒരു വ്യക്തിയായിട്ട് പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ കൽക്കിയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇപ്പൊ ഭൂമിയിൽ ആൾറെഡി വന്നിട്ടുണ്ട്. പല വ്യക്തികളിലൂടെയും മാറ്റം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കാരണം എല്ലാ മതങ്ങളിലും മാറ്റം വരുത്തണ്ടേ. അപ്പൊ കൽക്കി എന്ന് പറഞ്ഞ ആൾ ഒരു മതത്തിൽ ഇരുന്നും കൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അപ്പൊ ആ ആത്മാവ് പല പല വ്യക്തികളിലൂടെ പല സത്യങ്ങൾ വിളിച്ചു പറയുകയും മാറ്റങ്ങളും നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം.